ഞാൻ മഹാരാജാസ് കോളേജിൽ KSU പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ കാലഘട്ടത്തിൽ എറണാകുളത്തും ആലപ്പുഴയിൽ മാത്രം കേന്ദ്രീകരിച്ച കാലഘട്ടത്തിലാണ് മൊയ്തീൻ കോയ ഹാജിയെക്കുറിച്ച് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അന്ന് അദ്ദേഹം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. കോൺഗ്രസിലെ ഏറ്റവും തീക്ഷ്ണമായ ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്ന കാലഘട്ടമാണ്. ഈ ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് ശാന്ത സ്വഭാവക്കാരനായിട്ടുള്ള മൊയ്തീൻ കോയ ഹാജി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായത്. പരമാവധി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശാന്തമായ അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മൊയ്തീൻ കോയ ഹാജി നടത്തിയ പ്രവർത്തനങ്ങൾ ദുരവെന്ന് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. പിന്നീട് വയനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് മിക്ക ഘട്ടങ്ങളിലും മുക്കത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലിറങ്ങി അവിടെ നിന്ന് ചായ കുടിച്ച് ഞാൻ പോകാറുണ്ടായിരുന്നു. ആ പദവി ഞാൻ KPC പ്രസിഡൻ്റായപ്പോഴും മറ്റ് പദവികൾ മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരുന്ന അവസരത്തിലെല്ലാം ഞാൻ അത് നടത്തിയിരുന്നു. യാത്രയ്ക്ക് പോകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പലപ്പോഴും അവിടെയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എന്നോട് യത്തീംഖാന സന്ദർശിക്കുന്നു പറഞ്ഞു. പെട്ടെന്ന് പോകാനാണ് എത്തിയതെങ്കിലും വളരെ മണിക്കൂർ അവിടെ യത്തീംഖാനയിൽ മുക്കം യത്തീംഖാനയിൽ ചെലവിട്ടാണ് അവിടെ നിന്ന് യാത്ര ചെയ്തത്. അപ്പോഴാണ് എനിക്ക് നേരിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് മൊയ്തീൻ കോയ ഹാജി എന്നുള്ള വലിയ മനുഷ്യൻ്റെ കഷ്ടപ്പെടുന്നവരെയും ദുർബലരെയും അനാഥരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള അദ്ദേഹം കാണിക്കുന്ന ജാഗ്രത, ശ്രദ്ധ, അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗം, സ്വന്തം പോക്കറ്റിൽ നിന്നും സമ്പന്നമായ കുടുംബത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. തൻ്റെ വരുമാനത്തിന് നല്ലൊരു പങ്ക് മുക്കം യത്തീംഖാനയുടെ പ്രവർത്തനം അദ്ദേഹം നീക്കി വെച്ചിരുന്നു. അന്ന് മുതൽ ഞങ്ങളുടെ ബന്ധം കുറച്ചുകൂടി വലുതായി. പിന്നീട് അദ്ദേഹം കേരളത്തിലെ ഓർഫനേജ് ബോർഡിൻ്റെ ചെയർമാനായി. ആ കാലഘട്ടം ഓർഫനേജ് ബോർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് പരമാവധി സഹായം മേടിച്ചുകൊണ്ട് മറ്റ് നല്ല മനുഷ്യരെ കൂടി സഹായം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഓർഫനേജുകളെ ഇന്നത്തെ പോലുള്ള പരാതികളൊന്നും കേൾക്കാതെ വലിയ തർക്കങ്ങളില്ലാതെ മുന്നോട്ടുകൊണ്ട് അത് ശ്രദ്ധിച്ചത്. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ DCC പ്രസിഡന്റ് സ്ഥാനം ക്രമേണ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ക്രമേണ പിൻവാങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു. അതിൽ പ്രധാനം യത്തീംഖാനകളുടെ അനാഥാലയങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. പിന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം നീക്കിവെച്ചത്. രാഷ്ട്രീയത്തിൽ നിന്ന് ക്രമേണ മാറിയ അദ്ദേഹം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രം നീക്കിവെച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള മാതൃകയായിട്ടുള്ള നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ അർപ്പണബോധത്തോടുകൂടി ആത്മാർത്ഥമായി ദുർബലരെ, പാവപ്പെട്ടവരെ, അനാഥരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ എക്കാലവും ജീവകാരുണ്യ പ്രവർത്തനം ഏർപ്പെടുന്നവർക്ക് മാതൃകയാണ്. അനാഥ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും പുത്തൻ മാതൃക സൃഷ്ടിച്ച ദീർഘദർശി അതായിരുന്നു വയലിൽ മൊയ്തീൻ കോയ ഹാജി. ഒരു ജനതയുടെ ആയുരാരോഗ്യ സുരക്ഷയ്ക്കായി ശൂന്യതയിൽ നിന്ന് ഒരു ആതുരാലയം പണിതീർത്ത വികസന തന്ത്രജ്ഞൻ.